ഷഡ്ഭുജ ആകൃതിയിലാണ്. സ്കൂളിൽ പഠിക്കുന്നവർക്ക് അറിയാൻ സാധിക്കും. 6 വശങ്ങളും ഒരുപോലെ ഇരിക്കുന്ന ചർച്ച ചെയ്ത് ഇതിൽ എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ള ചെറിയ നിസാരമായ ചർച്ചയുടെ പേരിലാണ് ഈ കൂട്ടായ്മ എന്ന മഹത്തായ ഒരു സംരംഭം രൂപം കൊണ്ടത്. 14,000 രൂപയുടെ സാധനവുമായ ഒരു വണ്ടി വയനാട്ടിലേക്ക് പുറപ്പെട്ടു. അവിടെ 2 ദിവസം രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കാനും ഇവിടുത്തെ ചെറുപ്പക്കാരുണ്ടായി. മറ്റുള്ളവരുടെ യാതനകളെ നേരിട്ട് കണ്ട വലിയ അനുഭവമായിരുന്നു. അതിനുശേഷം നമ്മൾ ഈ കൂട്ടായ്മ നമ്മുടെ നാട്ടിന്റെ പ്രവർത്തനത്തിലേക്ക് നമ്മൾ മാറ്റിയെടുത്തു. നമുക്കറിയാം, നാട്ടിൽ ആരെങ്കിലും സുഖമില്ലാതായാൽ, നാട്ടിലാർക്കെങ്കിലും വന്നാൽ നടുമുരുപ്പിലെ ജനങ്ങളുണ്ട്, നടുമുരുപ്പ് കൂട്ടായ്മയുണ്ട് എന്നുള്ളൊരു ചാരിതാർത്ഥ്യമുണ്ട് എന്ന് അത് വളർത്തിയെടുക്കാൻ ഈ കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിജയം ഈ കൂട്ടായ്മയുടെ. പ്രിയമുള്ളവരെ, നമ്മുടെ കൂട്ടായ്മയാകുമ്പോ, നമ്മൾ ഒരു കുടുംബത്തിലെ അംഗമാകുമ്പോ നമുക്ക് ചില അസ്വാരസ്യങ്ങൾ നമുക്ക് ആശംസകൾ അർപ്പിക്കുന്ന ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ വിഷ്ണു ഭഗത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിങ്ങളുടെ പ്രിയപ്പെട്ട ശ്രീ ഷക്കീമസ്, നമ്മുടെ പഞ്ചായത്തിന്റെ ആരാധനായ വൈസ് പ്രസിഡന്റ്, 30 സെക്കൻഡിലധികം സമയം ചെലവിടാൻ പുതിയ തലമുറയ്ക്ക് സമയമില്ല എന്നാണ്. നിങ്ങൾ എന്ത് മെസ്സേജാണോ പുതിയ തലമുറയ്ക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അത് 30 സെക്കൻഡ് സഹായിക്കുന്ന, ഒളിഞ്ഞും തെളിഞ്ഞും സഹായിക്കുന്ന, ഒളിഞ്ഞെന്ന് ഞാൻ പറയുമ്പോൾ അത് കെട്ട അർത്ഥത്തിലല്ല, പരസ്യപ്പെടുത്താതെ നിങ്ങളെ സഹായിക്കുന്നവർ, അവരെ ഉൾപ്പെടെ, അവര് ഒരു കൈ കൊണ്ട് കൊടുക്കുന്നത് മറുകൈ അറിയരുത് എന്നുള്ളത് കൊണ്ട് ഇത്തരത്തിൽ പ്രത്യക്ഷത്തിൽ പുറത്തുവരാൻ താല്പര്യമില്ലാത്തവർ, അവരെ ഉൾപ്പെടെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഈ കൂട്ടായ്മ ഉത്തരോത്തരം പുരോഗതിയിലേക്ക്. ഹാഫിസ് മുഹമ്മദ് ഹസ്നി, മറ്റ് നടുവരുപ്പ് കൂട്ടായ്മയുടെ പ്രിയപ്പെട്ട ഭാരവാഹികളെ, നാട്ടുകാരെ, കുഞ്ഞുങ്ങളെ, ഇവിടെ കൂടുതൽ ഒരു പ്രസംഗത്തിന്റെ ഒരു പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നില്ല. നിങ്ങൾ ചെയ്തു കൊടുക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ദൈവത്തിന്റെ തിരുമുൻപിൽ അടുത്തതായി നമുക്ക് ഏവർക്കും സുപരിചിതനായ ശ്രീ ആനന്ദ്, കോമഡി സ്റ്റാർ കലാകാരനാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അദ്ദേഹത്തിന് മൊമെന്റോ നൽകുവാൻ വേണ്ടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് മെമ്പറെ ക്ഷണിക്കുന്നു. അടുത്തതായി നമ്മൾ ഇപ്രാവശ്യം ചെറിയൊരു രീതിയിൽ, അതായത് നമ്മുടെ നാട്ടിലെ അടുത്തതായി നമുക്കറിയാം, ഓൺലൈൻ ബിസിനസിന്റെ കാലഘട്ടമാണ്. ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നിവ വഴി അടുത്തതായി നമ്മുടെ നാട്ടിൽ ഏറെ അഭിമാനകരമായ നേട്ടം കൊണ്ടുവന്ന അസലി റസാഖ്, അവരുമായി റിലേറ്റഡ് ആയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഉപഹാരം സ്വീകരിക്കുക. അടുത്തതായി ഫാം അസിസ്റ്റന്റായി ജോലി കരസ്ഥമാക്കിയ നെഫ്ല യൂസഫ്.
അവരുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിലും കടന്നു വരാം. അടുത്തതായി ഐഷ എഫ്, BA എക്കണോമിക്സിൽ ബിരുദം കരസ്ഥമാക്കിയ ഐഷ എഫ് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അടുത്തതായി SSLC വിന്നറായ മുഹമ്മദ് യാസീൻ. നാജിയ നാസർ സോറി. അനീഷ എസ്. അസ്ന ഫാത്തിമ. ഈ കുട്ടികൾക്കെല്ലാവരും ഒരു കയ്യടി കൊടുക്കാം. വളരെ ബുദ്ധിമുട്ടിയാണ് ഈ SSLCക്കൊക്കെ ഈ 4-5 A+ ഒക്കെ വാങ്ങുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. ഈ വർഷം വളരെ ബുദ്ധിമുട്ടായിരുന്നതാണ് പൊതുവെ അറിയുന്നത്. അസ്ലം എസ്. മുഹമ്മദ് യാസീൻ. അടുത്തതായി ദിയ സോമൻ. മുഹമ്മദ് ഷായസ്. മുഹമ്മദ് അമീൻ. അൽ അമീൻ ഇർഷാദ്. ഷിഫാന എസ്. ഷിഹാന ഫാത്തിമ. ഇത് ഷിഫാന എസ്. ഷിഹാന ഫാത്തിമ. ഷഹബാസ് ഷിജു. അടുത്തതായി ശ്രീഹരി. കടന്നു വരുന്നുണ്ട്. ഫാസില എം. സായോജ്യ ബി. അടുത്തതായി ഫാസില കഴിഞ്ഞാൽ സായോജ്യ ബി. അൽഫിയ നിസാർ. അൽസൈന എച്ച്. അൽഫിയ നിസാർ. അടുത്തതായി അൽസൈന. അടുത്തതായി അനന്യ MA.